ലക്കിടി ജവഹർലാൽ ലോ കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കം 4 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി നാളത്തേക്ക് മാറ്റി. കേസിലെ 3-ാം പ്രതിയും നെഹ്റു ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറുമായ സുചിത്രയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ദിൽജിത്ത് നൽകും വിശദാംശങ്ങൾ. ദിൽജിത്ത്, അല്പസമയം മുമ്പായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത്. ഇന്നത്തെ വാദപ്രതിവാദങ്ങൾ, കോടതി നടപടികൾ എന്തൊക്കെയായിരുന്നു? പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കമുള്ളവർ റിമാൻഡിൽ ആയത്. ഇവരുടെ ജാമ്യാപേക്ഷയാണ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിച്ചത്. കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ അറസ്റ്റ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള പോലീസിന്റെ നാടകമാണെന്നും പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാത്ത വകുപ്പുകൾ നിലനിൽക്കുന്നവ അല്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇതിന്റെ ഭാഗമായാണ് ലക്കിടി കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നൊരു പരാതി കെട്ടിച്ചമച്ചു. ഇത്തരത്തിൽ ഈ പരാതി കെട്ടിച്ചമച്ചതാണ് 50 ദിവസത്തിന് മുൻപ് നടന്ന ഒരു പരാതിയുടെ പേരിൽ ആണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിന്റെ പേരിൽ ഒരു FIR ഇട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിഷ്ണു പ്രണയുടെ മരണവുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയായി ചുമത്തപ്പെട്ട കൃഷ്ണദാസിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. ഇതിന്റെ ഒരു പകപോക്കലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. അതോടൊപ്പം കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസ് എടുത്ത ശേഷം പ്രതികൾക്ക് നോട്ടീസ് നൽകിയതും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ്. തുടർന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് ജാമ്യം ലഭിക്കാത്ത തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇവർ ആരോപിച്ചു. എന്നാൽ കോളേജിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതികൾ ഈ വിദ്യാർത്ഥിയെ ലക്കിടി കോളേജിൽ നിന്നും പാമ്പാടി നെഹ്റു കോളേജിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വാദിച്ചു. അതോടൊപ്പം ഈ 5 പേരും വിദ്യാർത്ഥിയെ ഇവിടെ എത്തിച്ച് കോളേജിനും ചെയർമാനും എതിരായിട്ടുള്ള പരാതി ഈ വിദ്യാർത്ഥി മുമ്പ് സുതാര്യ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതി പിൻവലിപ്പിക്കുകയും അതോടൊപ്പം ഈ പരാതി പിൻവലിക്കുന്നതിന് ബലമായി ഇതേ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ് ആരോപണം ഉണ്ടാക്കുകയും താൻ റാഗിംഗ് കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥിയുടെ സമ്മതപത്രം അടക്കം എഴുതി വാങ്ങുന്ന നടപടികൾ ഉണ്ടായി എന്നും പറയുന്നു. അതോടൊപ്പം കൃഷ്ണദാസ് നേരിട്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നതടക്കമുള്ള പരാതികൾ വിദ്യാർത്ഥി തന്നെ നേരിട്ട് നൽകിയിട്ടുള്ള മൊഴിയിലും കോടതിയിൽ നൽകിയിരിക്കുന്ന 164 രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലും ആണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ രണ്ട് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദഗതികൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കേസിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിക്കൊണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായിരിക്കുന്നത്. അതോടൊപ്പം കേസിലെ 3-ാം പ്രതിയും നെഹ്റു ദിൽജിത്താണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു വടക്കാഞ്ചേരി കോടതി. ഒപ്പം തന്നെ ലീഗൽ അഡ്വൈസർ സുചിത്രയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് ഇതിന്റെ വാദങ്ങൾ കോടതിയിൽ പൂർത്തിയായത്. നാളെ ഏതായാലും ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകൾ നാളെ അടച്ചിടും. പി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 1200 സ്വാശ്രയ സ്ഥാപനങ്ങളാണ് നാളെ ഒരു ദിവസത്തേക്ക് അടച്ചിടുക. സ്വാശ്രയ കോളേജുകളുടെ സംഘടനയുടെ ആണ് തീരുമാനം. അസോസിയേഷൻ തീരുമാനം വിദ്യാർത്ഥികളോടുള്ള പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളിയെന്ന് SFI വ്യക്തമാക്കി. ഇത്തരം ധിക്കാരപരമായ നിലപാടുകൾ അംഗീകരിക്കില്ല. കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന മാനേജ്മെന്റ് അസോസിയേഷൻ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും SFI ആരോപിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. കേസിൽ വാദം കേൾക്കുന്ന ജഡ്ജിക്ക് നെഹ്റു ഗ്രൂപ്പുമായുള്ള ബന്ധം പരിശോധിക്കണമെന്നാണ് കത്തിൽ ജിഷ്ണുവിന്റെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിജു നൽകും വിശദാംശങ്ങൾ. സിജു, ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ഇന്ന് രാവിലെയാണ് ജിഷ്ണു പ്രണോയിയുടെ അമ്മ ജിഷ്ണു കേസിൽ വാദം കേൾക്കുന്ന ജഡ്ജിനെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരിക്കുന്നത്.
നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജഡ്ജും നെഹ്റു ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജ കത്ത് നൽകിയിരിക്കുന്നത്. പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജഡ്ജും നെഹ്റു ഗ്രൂപ്പും തമ്മിൽ അടുത്ത ബന്ധമുള്ളതായി സൂചന നൽകുന്ന നിരവധി ഫോട്ടോകൾ തനിക്ക് സോഷ്യൽ മീഡിയ വഴി ലഭിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന തനിക്ക് വ്യക്തിപരമായ ആ വിശ്വാസം നഷ്ടപ്പെടാനും തന്റെ മകന് നീതി ലഭിക്കില്ലെന്ന തോന്നലുണ്ടാക്കാനും ഈ ഫോട്ടോകൾ കാരണമായിട്ടുണ്ടെന്നാണ് മഹിജ കത്തിൽ പറയുന്നത്. അതോടൊപ്പം നെഹ്റു ഗ്രൂപ്പുമായി ജഡ്ജിനുള്ള ബന്ധം സംശുദ്ധമായോ എന്ന് പരിശോധിക്കണമെന്നും നീതി ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കാണിച്ചാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. മനു, തിരികെ വാർത്തകളിലേക്ക്. മലപ്പുറം LDF പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF ശിഥിലമാകുകയാണെന്നും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ മലപ്പുറത്തെ ജനങ്ങൾ അംഗീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൂർണ്ണ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഫൈസൽ. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, പാർലമെന്റ് കൺവെൻഷൻ മണ്ഡലം കൺവെൻഷൻ അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. എന്തൊക്കെയാണ് കോടിയേരി ഉദ്ഘാടനത്തിൽ പറഞ്ഞത്? മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നാണ് LDF കൺവെൻഷൻ ഇപ്പോൾ പുരോഗമിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭരണവിരുദ്ധ നയങ്ങളും അതേപോലെ തന്നെ കോർപ്പറേറ്റ് വൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടിയേരി പ്രധാനമായും എടുത്തു പറഞ്ഞത്. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ കോടിയേരി വിശദീകരിക്കുകയുണ്ടായി. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ BJPയിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ പ്രതിരോധിക്കാൻ രാജ്യത്ത് കോൺഗ്രസിനാവില്ല. അതിന് കഴിയുക ഇടതു മതേതര ശക്തികൾക്ക് മാത്രമാണെന്ന് കോടിയേരി വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൽ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മുന്നണിയായി UDF മാറി. ഇതുകൊണ്ടാണ് മാണി നേരത്തെ വിട്ടുപോയത്. എന്നാൽ KM മാണിയെ വീണ്ടും ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരു ഗതികേടിലാണ് മുസ്ലിം ലീഗ് എന്ന് മാണിയോട് പിന്തുണ തേടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോടിയേരി സൂചിപ്പിക്കുകയുണ്ടായി. UDFന് രക്ഷയില്ല എന്ന് കണ്ടാണ് KM മാണി വിട്ടുപോയത്. എന്നാൽ ആ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ KM മാണിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് പോലും മുസ്ലിം ലീഗിന് KM മാണിയുടെ പിന്തുണ തേടേണ്ടി വന്നത്. പ്രസക്തി നഷ്ടപ്പെട്ട UDF പിരിച്ചുവിടുകയാണ് നല്ലതെന്നും കോടിയേരി പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പോടെ വ്യക്തമാകുമെന്ന് കോടിയേരി പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഭരണ നടപടികളും ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDFനെ സജ്ജമാക്കിയെന്നും കോടിയേരി പറഞ്ഞു. UDF മറന്ന പ്രവാസികളെ LDF സർക്കാർ ഓർത്തു എന്ന് പറഞ്ഞ കോടിയേരി UDF സർക്കാർ പ്രവാസികളോട് കാണിച്ച സമീപനവും LDF സർക്കാർ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കുകയുണ്ടായി. പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് LDF സർക്കാർ പ്രവാസികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞു. മലപ്പുറത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികൾ ഇക്കാര്യം തിരിച്ചറിയുമെന്നും കോടിയേരി പറയുകയുണ്ടായി. LDF സർക്കാരിനെയാണ് RSS ഭയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടയുമെന്നും മറ്റുമുള്ള ഭീഷണികൾ RSS നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉയരുന്നതെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരീകരിക്കാനാണ് BJP UDF ശ്രമം. കോലീബി സഖ്യത്തിന്റെ പൊടിതട്ടിയെടുത്ത് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും മലപ്പുറത്ത് നടക്കുന്നുണ്ടെന്ന് കോടിയേരി പറയുകയുണ്ടായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, അതേപോലെ തന്നെ മന്ത്രിമാരായ KT ജലീൽ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി, ജനതാദൾ നേതാവ് K കൃഷ്ണൻകുട്ടി അടക്കമുള്ള LDF നേതാക്കളും LDFുമായി സഹകരിക്കുന്ന മറ്റ് പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കൺവെൻഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മനു, ശരി, ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വേങ്ങരയിൽ നിന്ന് രാജിവെക്കാതെ മലപ്പുറത്ത് മത്സരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF BJP ബന്ധം മറച്ചുവെക്കാൻ CPIMന്റെ മേൽ പഴിചാരുന്നത് ജനം തിരിച്ചറിയും. രാഷ്ട്രീയ പാപ്പരത്തം കൊണ്ടാണ് KM മാണിയെ തിരിച്ചു വിളിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. ഇതിലെ മുസ്ലിം ലീഗിന് 2 ലക്ഷം വോട്ടുള്ള മണ്ഡലത്തിലാണ് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ എന്താണ് വെങ്ങരയിൽ നിന്നുള്ള അസംബ്ലി മെമ്പർ സ്ഥാനം രാജിവെക്കാത്തത്? MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം മത്സരിക്കാത്തത് എന്താണ്? ഇവിടെ ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പ് കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടെങ്കിൽ വേങ്ങരയിൽ നിന്ന് ഇന്നലെ രാജിവെച്ചിട്ടായിരുന്നില്ലേ അദ്ദേഹം നോമിനേഷൻ കൊടുക്കേണ്ടിയിരുന്നത്?
അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കാണ് ആത്മവിശ്വാസമില്ലാത്തത്, ലീഗിനാണ് ആത്മവിശ്വാസമില്ലാത്തത്. മുസ്ലിം ലീഗിലെ അധികായനായ PK കുഞ്ഞാലിക്കുട്ടിയാണ് നേരിടുന്നതെങ്കിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ. തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ രാഷ്ട്രീയമാണ് പ്രധാന ചർച്ചയെന്നും അത് ഇടതിന് അനുകൂലമാണെന്നും ഫൈസൽ പറഞ്ഞു. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദ്യാർത്ഥി രാഷ്ട്രീയകാലം തൊട്ട് മലപ്പുറത്തെ തൊട്ടെറിഞ്ഞ ഫൈസലിന് പ്രതീക്ഷ ചെറുതല്ല. അട്ടിമറികളുടെ ചരിത്രം, നല്ല രാഷ്ട്രീയമറിയുന്ന മണ്ണ്, കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നു. ഇടതുപക്ഷമാണ് ബദലെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ ജനതയാണ് തന്റെ പ്രതീക്ഷയെന്ന് MB ഫൈസൽ പറഞ്ഞു. പൊതുവിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് വല്ലാതെ മുറിവേൽക്കുന്നൊരു കാലം, അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം നല്ല രൂപത്തിൽ പോസിറ്റീവായി അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് പൊതുസമൂഹമാകെ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനുള്ള അംഗീകാരം ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. വ്യക്തിയുടെ വലുപ്പത്തെക്കാൾ രാഷ്ട്രീയ നിലപാടുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമെന്ന് ഫൈസൽ വിശ്വസിക്കുന്നു. ഒരു വർഗീയതയെ നേരിടേണ്ടത് മറ്റൊരു വർഗീയത കൊണ്ടല്ല എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായിട്ടും വർഗീയ രാഷ്ട്രീയത്തെ എതിരിടാൻ വേണ്ടി കഴിയേണ്ടത് ഏറ്റവും തീവ്രമായ മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അത് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്, അല്ലെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാലത്തിനകത്ത് ഇടതുപക്ഷത്തിന് മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് ഏതൊരാളും അംഗീകരിക്കുന്നതും സമ്മതിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ BJP എതിർക്കാൻ അല്ലെങ്കിൽ RSSനെ എതിർക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്നാണ് പ്രചരിപ്പിക്കുന്നതിൽ തെറ്റാണ് അതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യത്തിലാണ് ഫൈസൽ മനസ്സു തുറന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. BJP സ്ഥാനാർത്ഥിയെ BDJS പിന്തുണയ്ക്കില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് തള്ളി മകൻ തുഷാർ വെള്ളാപ്പള്ളി. NDAയുടെ ഘടകകക്ഷിയായ BDJS മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമെന്നും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ വ്യക്തമാക്കി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളടക്കം BDJSന് വാഗ്ദാനം ചെയ്ത എല്ലായിടത്തും 15 ദിവസത്തിനകം നിയമനം നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായും BDJS അധ്യക്ഷൻ പറഞ്ഞു. എല്ലാ NDA ഘടകകക്ഷി നേതാക്കളെയും അമിത്ഷാ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 841 കോടിയുടെ പദ്ധതിക്ക് കിഫ്ബി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. KSEBിയുടെ 5200 കോടിയുടെ പദ്ധതിക്കും അംഗീകാരം. ഒപ്പം ആരോഗ്യ മേഖലയുടെ 968 കോടി രൂപയുടെ പദ്ധതിക്കും PWDയുടെ 879 കോടിക്കും അംഗീകാരം ലഭിച്ചു. കുടിവെള്ള വിതരണത്തിനായി 541 കോടി രൂപയ്ക്കും അംഗീകാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബിയുടെ രണ്ടാമത് ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് 841 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അംഗീകാരമായത്. വിവിധ വകുപ്പുകൾ സമർപ്പിച്ച 11,388 കോടി രൂപയുടെ പദ്ധതികളാണ് യോഗം വിശദമായി പരിശോധിച്ചത്. അംഗീകാരം ലഭിച്ചതിൽ KSEBിയുടെ 5200 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനം. വടക്കൻ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായ പ്രസരണ ഗ്രിഡ് ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതിയെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇതിൽ ഏറ്റവും വലുത് വൈദ്യുതി ട്രാൻസ്മിഷൻ ഗ്രിഡാണ്. അതിന് 5200 കോടി രൂപയാണ് അടങ്കൽ. ആരോഗ്യവകുപ്പിന്റെ 968 കോടി രൂപയുടെ പദ്ധതിക്കും പൊതുമരാമത്തിന്റെ 879ഉം 541 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്കും ബോർഡ് അനുമതി നൽകി. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 310 കോടിയും മലബാർ ക്യാൻസർ സെന്ററിന് 170 കോടി രൂപയും യോഗം അനുവദിച്ചു. പദ്ധതി നിർവഹണത്തിൽ സേവനദാതാക്കൾക്കും കരാറുകാർക്കും നേരിട്ട് പണം നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. സേവനദാതാക്കൾക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് നേരിട്ട് ബന്ധപ്പെട്ട നിർവഹണ ഏജൻസി ഇവർ പണി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ടായിരിക്കും നൽകുക. ഇന്ധന റോഡ് സെസ് ഇനത്തിൽ ലഭിച്ച 2000 കോടി രൂപ നിലവിൽ കിഫ്ബിയിലുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കായി 2000 കോടി രൂപ അടിയന്തരമായി വായ്പയെടുക്കാനും യോഗം അനുമതി നൽകി. കിഫ്ബിയുടെ ആദ്യഘട്ടത്തിൽ അനുവദിച്ച 4022 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ബോർഡ് യോഗം തൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയുടെ വലിയ ജലസ്രോതസ്സായിരുന്നു അച്ചൻകോവിലാറ്. കടുത്ത വേനലിൽ വെള്ളം കുറഞ്ഞപ്പോൾ ആറിന് നടുവിലായി കുഴിയെടുത്താണ് പരിസരവാസികൾ ഇപ്പോൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഏതു വരൾച്ചയിലും വലിയ ജലസ്രോതസ്സായി നിലനിന്നിരുന്നു അച്ചൻകോവിലാറ്.
എന്നാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭൂമിയിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്തതോടെ അച്ചൻകോവിലാറിനും വലിയ ക്ഷീണം തന്നെ സംഭവിച്ചു. ആറിന് സമീപം താമസിക്കുന്നവർക്ക് ജലം ലഭിക്കാതായതോടെ ആറിന് നടുവിലായി വലിയ കുഴി കുഴിക്കുകയായിരുന്നു പരിസരവാസികൾ ഇതിന് കണ്ട പോംവഴി. പത്തനംതിട്ട ജില്ലയിലെ 920 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 820 വരൾച്ച ബാധിതമാണ്. അച്ചൻകോവിലാറിനെ ആശ്രയിച്ചു മാത്രം 9 ശുദ്ധജല പദ്ധതികളാണുള്ളത്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലെ താമസക്കാർ വാഹനത്തിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. മറ്റ് ജില്ലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വേനൽ മഴ കൂടുതലായി ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇവിടുത്തെ ജലക്ഷാമത്തിന് മതിയായ പരിഹാരം കാണുന്നതായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.